ഈ മുലയമാര് മുഴുവൻ പ്രസംഗിച്ചിട്ട് നിങ്ങൾ കേട്ടോ, മറിയം ബീവിയെ വിളിച്ചോ, മുനമ്പത്തെ ബീവി വിളിക്കുന്നത് പോലെ മറിയം ബീവിയെ വിളിച്ചോ എന്നിവർ പ്രസംഗിക്കണ കേട്ടിട്ടുണ്ടോ? ഇല്ല. 1983 കൊട്ടപ്പുറത്തുനിന്ന് കേട്ടത് പിന്നെ കേൾക്കണത് ആവളേന്നാ. കാരണം എന്താ? ഇസ്തിഗാഥക്ക് തെളിവ്. ഇസ്തിഗാഥക്ക് തെളിവ് എന്താണ്? ഇവിടെ കൊണ്ടുവന്നൊരു തെളിവ് ബഹുരസമാണ്. എന്തായിരുന്നു ആ തെളിവ്? ഞങ്ങൾ ഇതാ പറയാൻ പോവുകയാണ്. നോക്കൂ നിങ്ങൾ, മഹദിയായ മറിയം റളിയല്ലാഹു അൻഹാ, മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായ സമയം. നിങ്ങൾ ചിന്തിക്കണം, പ്രതിസന്ധി ഘട്ടം. ഈ പോയിന്റൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ വളച്ചു കെട്ടി കൊണ്ടുവരാണ്. ഇയാൾ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളും വളച്ചു കെട്ടിയിട്ട് മൂപ്പര് കൊണ്ടുവരാണ്. മറിയം ബീവിക്ക് ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായി. ആ പ്രതിസന്ധി ഘട്ടം ഉണ്ടായപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായ സമയം. ആ പ്രതിസന്ധി എത്രത്തോളം മറിയം ബീവിന്റെ പ്രയാസങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. പ്രതിസന്ധി ഘട്ടമുണ്ടായ സമയത്ത് ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി, മറിയം ബീവിയോട് അതാ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചിട്ട് പറയുന്നു, പേടിക്കണ്ട മറിയമേ, പേടിക്കണ്ട, അല്ലാ തഹ്സനി, അങ്ങ് വേദനിക്കണ്ട, ദുഃഖിക്കണ്ട മറിയമേ. എന്തേ? ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. ഖുർആനാണ്. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ, അങ്ങയുടെ താഴ്ഭാഗത്ത് ഒരു മഹാനെ നിശ്ചയിച്ചിട്ടുണ്ട്. ആരോട് പറയുന്നു? മറിയം ബീവിയോട്. ഇത് ഞങ്ങളല്ല. ഇതേതാ സാനറിയോ? ഇതേതാ സാനറിയോ? ഇത് അമാനിമോരുടെ ഖുർആൻ പരിഭാഷയാണ്. ഒന്ന് വായിച്ചു നോക്കുമ്പോഴേ ഹുസൈൻ സലഫിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അറിവില്ലെന്ന് മാത്രമല്ല സ്വന്തം നേതാക്കന്മാരുടെ ഖുർആൻ പരിഭാഷ പോലൊന്നും വായിച്ചു നോക്കിയിട്ടില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹാ മറിയം ബീവിയോട് പറയുന്നു, എന്താ പറയുന്നത്? നിങ്ങൾക്കിതാ ഒരു മഹാനെ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ട് കേൾക്കണം, മറിയം ബീവിക്ക് പ്രതിസന്ധി ഘട്ടം വന്നു. മറിയം ബീവിയെ കുറിച്ച് പലരും പറഞ്ഞു വന്നപ്പോ മറിയം ബീവി എന്തേ ചെയ്തത്? തനിക്ക് അല്ലാഹു നിശ്ചയിച്ചെന്ന മഹാനിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്റെ പ്രശ്നത്തിന്റെ പ്രയാസത്തിന്റെ പരിഹാരം, അതിന് ഉത്തരം ഈ കുട്ടി പറയും. ഏത് കുട്ടി? ഏത് കുട്ടി? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി. ഒരു തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി പറയുന്നത് സാധാരണ സംഭവമാണോ? അസാധാരണ സംഭവമാണോ? അല്ലല്ലോ. സാധാരണ സംഭവം അല്ലാത്തത് കൊണ്ടാണല്ലോ അവർ ചോദിച്ചു, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയാ. എന്താ ചോദ്യം? എന്താ ചോദ്യം? അവർ ചോദിച്ചു മറിയം ബീവിയോട്, എങ്ങനെയാണ് തൊട്ടിൽ കിടക്കുന്ന കുട്ടി സംസാരിക്കുക? അത് അസാധാരണ സംഭവമാണ്. ഇതേതാ പരിഭാഷ? ഇതേതാ പരിഭാഷ? നിങ്ങളുടെ പരിഭാഷയാണ്. അസാധാരണതയിലൂടെ കുട്ടി ഉത്തരം നൽകുന്നു. ഞങ്ങൾ ചോദിക്കുന്നു, മഹദിയായ മറിയം ബീവി മഹാനായ ഈസാ നബിയിൽ നിന്ന് മനുഷ്യ കഴിവിനപ്പുറമുള്ള കാര്യം പ്രതീക്ഷിക്കുകയും ചോദിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്ത സംഭവം ഷിർക്കാണോ? മറിയം ബീവി ഷിർക്ക് പ്രേരിപ്പിച്ചോ? അല്ല കൂട്ടരെ, എന്തിനായി ചോദ്യം ഇയാൾ ചോദിച്ചത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പൊ സംവാദമൊക്കെ കഴിഞ്ഞല്ലോ. ഇനി സ്വസ്ഥമായിട്ട് ചിന്തിക്ക്, എന്തിനാണ് ഈ തെളിവ് ഉദ്ധരിച്ചത്? ഈ തെളിവിൽ എന്താ നിങ്ങൾക്കുള്ളത്? മറിയം ബീവി അസാധാരണമായ ഒന്ന് ഈസാ നബിയിൽ നിന്ന് പ്രതീക്ഷിച്ചു. കുട്ടി സംസാരിക്കുന്നത് സാധാരണയല്ലല്ലോ, അസാധാരണമാണല്ലോ. അപ്പൊ അസാധാരണമായത് മറിയം ബീവി പ്രതീക്ഷിച്ചില്ലേ? എന്തുകൊണ്ട് അവിടെയുള്ള ആളുകളൊന്നും പ്രതീക്ഷിച്ചില്ല? ബാക്കിയുള്ള ആളുകളൊന്നും പ്രതീക്ഷിച്ചില്ല. അവർ ചോദിച്ചു, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ, തൊട്ടിൽ കിടക്കുന്ന കുട്ടി എങ്ങനെ സംസാരിക്കാനാ മറിയമേ? അപ്പൊ അവരാരും പ്രതീക്ഷിച്ചില്ല. മറിയം ബീവി പ്രതീക്ഷിച്ചു. അത് മറിയം ബീവി ശിർക്ക് ചെയ്തോ? ഇല്ല കൂട്ടരെ, ഇല്ല. എന്തുകൊണ്ട്? മറിച്ച് നോക്ക്, ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ മറിയം ബീവിയെ പറ്റി അല്ലാഹ് പറയുന്നുണ്ട്. മറിയം ബീവിയെ പറ്റി സൂറത്ത് ആൽ ഇംറാൻ 45-46 ആയത്തുകളിൽ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. എന്താ അവിടെ അല്ലാഹ് പറഞ്ഞത്? ഇത് ഖാലത്തിൽ മലായികതു യാ മറിയം ഇന്നല്ലാഹ യുബശ്ശിറുക ബികലിമത്തിൻ മിൻഹു ഇസ്മുഹു അൽ മസീഹു ഈസ ഇബ്നു മറിയം വജീഹൻ ഫിദ് ദുനിയാ വൽ ആഖിറ വമിനൽ മുഖറബീൻ വയുകല്ലിമു الناس ഫിൽ മഹ്ദി വകഹ്ല വമിനസ് സ്വാലിഹീൻ. അല്ലാഹു പറയാണ് മലക്കുകളെ വിട്ടിട്ട് മറിയം ബീവിയോട് എന്താ പറയുന്നത്? ഇത് ഖാലത്തിൽ മലായിക, മലക്കുകൾ വന്നുകൊണ്ട് മറിയം ബീവിയോട് പറയുകയാണ്, ഇന്നല്ലാഹ യുബശ്ശിറുക ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹു ഈസ ഇബ്നു മറിയം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള കലിമത്ത് കൊണ്ട് ഇതാ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഒരു മകനെ,
ആ മകന്റെ പേര് ഇസ്മുഹു അൽ മസീഹു ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയം എന്നായിരിക്കും അവന്റെ പേര്, അദ്ദേഹത്തിന്റെ പേര്. ദുനിയാവിൽ അദ്ദേഹം ഒരുപാട് പദവികൾ അലങ്കരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടപ്പെട്ടയാളാണെന്ന് മാത്രമല്ല, മറിയമേ, നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആ കുട്ടി തൊട്ടിലിൽ വെച്ച് സംസാരിക്കുന്ന കുട്ടിയാണ്. ഇത് അഡ്വാൻസ് ആയി അള്ളാഹു മറിയം ബീവി അറിയിച്ചു കൊടുക്കുകയാണ്. അത് ഖുർആൻ പഠിപ്പിക്കാണ്. അതുകൊണ്ടാ മറിയം ബീവി ഫഅശാറത്തിലെ ഈ എന്നോട് ചോദിക്കണ്ട, അങ്ങോട്ട് ചോദിച്ചോന്ന്. കാര്യം എന്താ? അള്ളാഹ് നേരത്തെ തന്നെ അറിയിച്ചു മറിയവനെ, ബേജാറാകണ്ട. നിന്റെ ചാരിത്രത്തിൽ ആരെങ്കിലും സംശയിച്ചു കൊണ്ട് വന്നാലോ, അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉന്നയിച്ചാലോ ബേജാറാകണ്ട. നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആ കുട്ടി തൊട്ടിൽ വെച്ച് ആ കുട്ടി സംസാരിച്ചോളും, നീ ബേജാറാകണ്ട. അതുകൊണ്ടാ ഫഅശാറത്തിലെ ഈ ചൂണ്ടിയത്. ഇത് വേറെ ആർക്കും അല്ലാഹു കൊടുത്തിട്ടില്ല ഈ വിവരം. മറിയം ബീവിക്ക് ആ വിവരം അല്ലാഹു കൊടുത്തുകൊണ്ടാ ഫഅശാറത്തിലെ ഈ ചൂണ്ടിയത്. ഇത് ഖുർആൻ വേറെ പറയണ്ട, ഈ സാധു കണ്ടിട്ടില്ല. അമാനി മൗലയുടെ ഖുർആൻ പരിഭാഷ ഒന്ന് വായിച്ചു നോക്ക്. എന്തായാലും ഖുർആൻ ഓതിയ അവർക്കത് മനസ്സിലാവില്ല. പരിഭാഷ എഴുതിയാലോ കാഫിറുമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടുന്ന് ഉദ്ധരിച്ചു ആവർത്തിച്ച് പറഞ്ഞു അല്ലേ? കൂറ്റനാട് മുസ്ലിയാർ കാഫിറാണെന്ന് ഇ കെ അബൂബക്കർ മുസ്ലിയാർ. കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ ഖുർആൻ പരിഭാഷ എഴുതിയത് കൊണ്ട് കാഫിറാണ്, അദ്ദേഹം കുഫ്രിയത്തിലായി എന്ന് ആര്? ഇ കെ അബൂബക്കർ മുസ്ലിയാർ. സാധാരണ ഇവരുടെ ഏത് സംവാദം എടുത്തു നോക്കിയാലും ഞങ്ങളെ കാഫിറാക്കി, ഞങ്ങളെ മുശ്രിക്കാക്കി, ഞങ്ങളെ കാഫിറാക്കി, ഞങ്ങളെ മുശ്രിക്കാക്കി എന്ന് പറയുന്ന ആൾക്കാർ ആവള സംവാദത്തിലേക്ക് വിട്ടിയോ? ഞങ്ങളെ കാഫിറാക്കി എന്ന് പറഞ്ഞു ആരെങ്കിലും? ഞങ്ങളെ മുശ്രിക്കാക്കി എന്ന് പറഞ്ഞോ? ഇല്ല. കാര്യം എന്താ? അതിനൊരു ഡോസാണ് ആദ്യം തന്നത്. KV മുഹമ്മദ് മുസ്ലിയാർ കുഫ്രിയത്തിലായി എന്ന് പറഞ്ഞു, ഖുർആൻ പരിഭാഷ എഴുതിയത് കൊണ്ട്. മനസ്സിലാക്കണം. അതാണ് ചോദിച്ചതല്ല KV കാഫിറാണോ എന്ന് ചോദിച്ച്. ഇവരുടെ നേതാവാണേ, രണ്ടും ഇവരുടെ നേതാവാ. അല്ല, KV കാഫിറാണോ? ഇവർ പറയട്ടെ. മിണ്ടിയോ KV കാഫിറാന്ന് പറഞ്ഞാൽ ഇ കെ കാഫിറാന്ന് സംഭവിക്കേണ്ടി വരും. നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം കാഫിറല്ല എന്ന് പറഞ്ഞാൽ KV കാഫിറാന്ന് സംഭവിക്കേണ്ടി വരും. കാര്യം രണ്ടാലൊന്ന് കാഫിറാവും. അതുകൊണ്ട് മിണ്ടിയില്ല, തൊട്ടില്ല. ഇവിടെ കാഫിറാക്കിയ വിഷയം തന്നെ ഇല്ല. സാധാരണ ഏത് ആളുകളോട് തൗഹീദ് പറഞ്ഞാലും, മുജാഹിദുകൾ തൗഹീദ് പറഞ്ഞാലും അല്ലേ, ഞങ്ങളെ മുശ്രിക്കാക്കി, ഞങ്ങളെ കാഫിറാക്കി എന്ന് പറയുന്ന, അത് നാഴികക്ക് 40 വട്ടം പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞില്ല, മിണ്ടിയില്ല? അതിന്റെ ഡോസാണ് ആദ്യം ഇട്ടത്. അതിട്ട് തന്നപ്പോ പിന്നെ മിണ്ടാൻ കഴിയുന്നില്ല. ഈ മറിയം ബീവിയുടെ ചരിത്രം പോലും പഠിക്കാതെയാണ് കൂട്ടരെ ഇവിടെ വന്നത്. ഫഅശാറത്ത് ഇലൈഹി എന്ന് കുട്ടിയെ ചൂണ്ടി സംസാരിച്ചുവെങ്കിൽ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അഡ്വാൻസ് ആയി തന്നെ മറിയം ബീവിക്ക് വിവരം കൊടുക്കുകയാണ്. നിന്റെ കുട്ടി, ആ കുട്ടിക്കൊരു പ്രത്യേകതയുണ്ട്. വയുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി. ആ കുട്ടി തൊട്ടിൽ വെച്ചുകൊണ്ട് സംസാരിക്കുമെന്ന് സൂറത്ത് ആൽ ഇംറാന്റെ 46-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അത് കേട്ടിട്ട് മറിയം ബീവി തന്നെ ചോദിക്കുകയാണ്, ഖാലത്ത് റബ്ബി അന്നാ യകൂനു ലീ വലദുൻ വലം യംസസ്നി ബശർ. അല്ലാഹുവേ, എന്നെ ഒരാളും തൊട്ടിട്ടില്ലല്ലോ, എനിക്ക് എവിടുന്ന ഒരു കുട്ടി ഉണ്ടാകല്? അതൊന്നും ബേജാറാകണ്ട, അതൊക്കെ അത്ഭുതകരമായി സംഭവിക്കാനുള്ളതാണ്. അത് സംഭവിച്ചു കൊള്ളുമെന്ന് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം ഖുർആനിലുള്ള വിവരം പോലും അറിയാതെയാണ് ഈ സാധുക്കൾ വാദപ്രതിവാദത്തിന് വന്നത്. ഇനി കേട്ടോളൂ, അവിടെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു, വിശദീകരണം കൊടുത്തു. എന്താണ് വിഷയം, എന്താണ് വാദം, ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ചോദ്യം. ഇവിടെ മുജാഹിദുകൾ വളരെ കൃത്യമായി വിഷയബന്ധിതമായി ചോദ്യങ്ങൾ ഉന്നയിച്ചു. 9 ചോദ്യങ്ങൾ 10 അവസരങ്ങളിൽ വളരെ കൃത്യമായി ചോദിച്ചു. ഒരു ചോദ്യത്തിന് പോലും മറുപടി പറഞ്ഞില്ല. ഇവിടെ 1-ാമത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞില്ല എന്ന് മറുഭാഗത്തിന് പോലും പറയാൻ കഴിഞ്ഞില്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങളത് പറയണം, നിങ്ങളെ നാവുന്നത് കേൾക്കണം. ഞങ്ങൾ 360 ദിവസം അങ്ങാടിയിൽ ഇറങ്ങി പറയുന്നതായത് ഇത് നിങ്ങൾ ഇവിടുന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പറയണോ? അത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി തക്ബീർ ചൊല്ലുന്ന കൗമും വന്നത്. ഈ കൗമിനറിയാം. ഇതാണ് ഞങ്ങൾ ഇന്ന് ചോദിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന വിഷയം, അത് പറയാനല്ല, അത് തെളിയിക്കാനാണ് ഞങ്ങൾ വന്നത്. തെളിയിച്ചു കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾ കാസിമിയുടെ പുസ്തകം വായിച്ച് ഞങ്ങൾ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഓതിയ ആയത്തുകൾ കൃത്യമാണ്. പിന്നെന്താ? ഈസാ നബി അലൈഹിസ്സലാമിനോട് മറിയം ബീവി സഹായം തേടി. എവിടെ? ഈസാ നബി എന്തിനാ ഗോപാല തെളിവ് എന്ന് ചോദിച്ചപ്പോ എന്താണ് ഇവിടെ തെളിവ് ധരിക്കുന്നത്? എന്താ നിങ്ങളെ വാദം?
വാദം ഒന്ന്, തെളിവ് വേറെ ഒന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ മുദ്ഹാമ്മത്താൻ. എന്താണ് നിങ്ങളുടെ വാദം? നിങ്ങളുടെ വാദം എടുത്ത് വായിക്കുക. ആ വാദം എടുത്ത് വായിച്ച് ഈ ആയത്ത് ഓതി കേൾപ്പിക്കുക. എന്നിട്ട് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ പറഞ്ഞ ഒരു ആദർശം ഈ ആയത്ത് വ്യാഖ്യാനിച്ച് പറഞ്ഞെങ്കിൽ അതുകൂടി ഉദ്ധരിക്ക്. എന്തെങ്കിലും ഒന്ന് ഉദ്ധരിക്കാൻ മാന്യ സഹോദരങ്ങളെ സാധിച്ചുവോ? ഏതെങ്കിലും ഒരു തെളിവ് ഉദ്ധരിക്കുവാൻ ഇവർക്ക് സാധിച്ചുവോ? സാധിച്ചില്ല. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം വിഷയവുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെയും മൂപ്പര് പഴയ ബുക്കുമായിട്ട് എഴുതിക്കും. അമാനി മൗലവിയുടെ ബുക്കുമായിട്ട് എഴുതിയേക്കും. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഈസാ നബി തൊട്ടിൽ കിടക്കുമ്പോൾ അങ്ങോട്ട് ചൂണ്ടി എന്ന് പറഞ്ഞ ആയത്തുമായി എഴുന്നേക്കും. വീണ്ടും മറുപടി പറഞ്ഞു കൊടുത്തു. ഈസാ നബി അലൈഹിസ്സലാമിനോട് മറിയം ബീവി സഹായാർത്ഥന നടത്തിയിട്ടില്ല. എന്തൊക്കെ പറയട്ടെ, ഉണ്ടെങ്കിൽ തഫ്സീർ വായിക്കട്ടെ. ഇതാ പ്രതിസന്ധി ഘട്ടം വന്നപ്പോ ഈസാ നബി അലൈഹിസ്സലാമിനോട് മറിയം ബീവി സഹായം തേടി. ഇതൊക്കെ അച്ചായന്മാര് പറയുന്ന തെളിവാ. അച്ചായന്മാര് ഞങ്ങളെ ഖുർആൻ പറയുന്ന ക്രിസ്ത്യാനി നബി ഈസാ നബീനോട് ഞങ്ങൾക്ക് തേടാനുള്ള തെളിവിതാണ് എന്ന് അച്ചായന്മാര് പറയുന്ന തെളിവാ. ഇപ്പൊ മുലയന്മാർക്ക് തെളിവ് ആലോചിച്ച് നോക്കണം എവിടെ എത്തി ഈ ആളുകളെന്ന്. എന്താ തെളിവെന്ന് ഞാൻ പറയുന്നു. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അത് അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാണ്. ആയത്തുകൾ ഓതി. ഇവിടെ നിങ്ങൾ പറഞ്ഞ സംഭവം ഈസാ നബി അലൈഹിസ്സലാമിനോട് മറിയം ബീവി ഇസ്തിഗാസ നടത്തിയിട്ടില്ല. കണ്ടോ? നമ്മുടെ സുലൈമാൻ അച്ചായൻ ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ? സുലൈമാൻ അച്ചായൻ അയാൾ പറയാറുണ്ട്, എന്ത് ഞാനിങ്ങനെ ഖുർആൻ ഓതി എപ്പോഴാണ് ഇത് കണ്ടത്? എന്ത്? മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച്, അതുപോലെ തന്നെ മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച്. അങ്ങനെയാണ് ഞാൻ ക്രിസ്ത്യാനിയായത്. ഈ സുലൈമാൻ അച്ഛൻ തെളിവ് കണ്ടെത്തിയതുപോലെയാണ് ഇവിടെ വന്ന മുസ്ലിംമാരും തെളിവ് കണ്ടെത്തിയത്. അത് ഓർമ്മിപ്പിച്ചു കൊടുത്തു. ഈ നാട്ടിലെ ക്രൈസ്തവരായ ആളുകൾ ഈസാ നബിയോട് ഇസ്തിഗാസ ചെയ്യാൻ, യേശുവിനോട് തേടാൻ, മേരിയോട് മറിയത്തോട് തേടാൻ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുന്നത് പോലെയാണ് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നത്. ഒരിക്കലും മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഈസാ നബിയോട് സഹായം തേടിയിട്ടില്ല, ഇസ്തിഗാസ ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ചൂണ്ടിയതോ അള്ളാഹു നേരത്തെ ഇൻഫർമേഷൻ കൊടുത്തു, വിവരം കൊടുത്തു. തൊട്ടിൽ കിടന്ന് സംസാരിക്കുന്ന കുട്ടിയാണ്, അതുകൊണ്ട് മറുപടിയൊക്കെ ആ കുട്ടി പറഞ്ഞു കൊള്ളും എന്ന സൂചന പടച്ച റബ്ബ് നേരത്തെ തന്നെ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം കുട്ടിയിലേക്ക് ചൂണ്ടിയത് ഇവർ തെളിവ് ധരിക്കുകയാണ്. കൂട്ടരെ, ഇതും മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നതും തമ്മിൽ എന്താ ബന്ധം? ഇതും കുത്തുബിയത്തോതലും തമ്മിൽ എന്താ ബന്ധം? ഇതും മുനമ്പത്ത ബീവി വിളിക്കലും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല, ഒരു തെളിവുമില്ല.